കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി പട്ടണത്തിന് തൊട്ടടുത്തായി ഭൂലോക വൈകുണ്ഠം പോലെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പ്രസിദ്ധമായ പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു വിളിപ്പാടകലെ എന്നു തന്നെ പറയാം. പെരളശ്ശേരി അമ്പലനടയിലെ വലത്തെ മൂലയിലെ ഇക്കാണുന്ന വഴിയിലൂടെയും അവിടേക്ക് പോകാം. വൈകുണ്ഠത്തിലേക്കുള്ള വഴി ഏറെ ദുർഘടമായിരിക്കും. അത് പ്രതീകവൽക്കരിക്കുന്നുണ്ട് ഇവിടെ. ത്രിലോകങ്ങളുടെയും പാലകനാണ് അനന്തശായിയായ ശ്രീ മഹാവിഷ്ണു. എത്രയോ കാലം കാടുമൂടി ജീർണതയിൽ കിടന്ന ഒരു ക്ഷേത്രം 2006 നടത്തിയ ഒരു ദേവചിന്തയിലാണ് ഇങ്ങനെയൊരു ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നറിഞ്ഞത്. പിന്നീട് കാട് നീക്കം ചെയ്തപ്പോൾ അതിനുള്ളിലായി ഇടിഞ്ഞുപൊളിഞ്ഞ ഒരു മഹാക്ഷേത്രം തെളിഞ്ഞു വരികയായിരുന്നു. അതിനുള്ളിൽ നിന്നും ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം കണ്ടെത്തുകയായിരുന്നു. പിന്നീട് 6 വർഷം അത് ബാലാലയത്തിൽ വെച്ച് പൂജിക്കുകയും ചെയ്തു. 2013 മേടം 30 മെയ് 13 പ്രതിഷ്ഠ നടത്തി. പിന്നീട് നിത്യപൂജയോടുകൂടി ഭഗവാനെ ആദരപൂർവം പരിപാലിച്ചു പോരുന്നു. എല്ലാ വ്യാഴാഴ്ചയും അന്നപ്രസാദമുണ്ട്. ഇവിടുത്തെ പ്രധാന ദേവൻ മഹാവിഷ്ണുവാണ്. ഉപദേവന്മാർ മഹാഗണപതി, ദുർഗാ ഭഗവതി, അയ്യപ്പസ്വാമി. മഹാവിഷ്ണുവിൻ്റെ പ്രധാന വഴിപാട് പുഷ്പാഞ്ജലികളാണ്. നിവേദ്യം പ്രധാനമായി പാൽപായസവും നെയ്പായസവുമാണ്. വിഷ്ണുപൂജ, നിത്യപൂജ, നിറമാല എന്നിവയും വഴിപാടായി നടത്തപ്പെടുന്നു. പുലർച്ചെ 5 മുതൽ പ്രത്യേക വഴിപാടായി താമരത്താലം സമർപ്പണവും നടത്താം. അലങ്കാര പൂജ പ്രത്യേക പ്രാർത്ഥനയായി നടത്താൻ സാധിക്കും. മഹാവിഷ്ണുവിനുള്ള നെയ്വിളക്ക് സമർപ്പണവും ഇവിടുത്തെ വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഗണപതി ഹോമം, കറുകമാല, നാരങ്ങമാല എന്നീ വഴിപാടുകൾ ഗണപതി ഭഗവാനുള്ളതാണ്. ദുർഗാ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന, നാരങ്ങമാല, കടുംപായസം എന്നീ വഴിപാടുകളാണുള്ളത്. അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക്, പുഷ്പാഞ്ജലി. കൂടാതെ ശനിദോഷ നിവാരണത്തിന് എള്ളുതിരി, നീരാഞ്ജനം എന്നീ വഴിപാടുകളും പ്രധാനമായി ചെയ്യുന്നു. പുലർച്ചെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ഉഷപൂജ രാവിലെ 6:30, ഉച്ചപൂജ 8:45. നട അടക്കുന്നത് 12:30. വൈകുന്നേരം 5 മണിക്കാണ് വീണ്ടും നട തുറക്കുക. അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി 8 മണിക്കാണ് നട അടക്കുന്നത്. മാംഗല്യഭാഗ്യത്തിനായി സമ്മോഹന പുഷ്പാഞ്ജലി എന്ന പ്രത്യേക വഴിപാട് ഇവിടെ നടത്താവുന്നതാണ്. 8 വ്യാഴാഴ്ചകളിലായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.